നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 18,530 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും വ്യവസായ വികസന പദ്ധതികൾക്കും തുടക്കമിടും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വൈകിട്ട് 11,500ഓളം ശോഭായാത്രകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഏഷ്യാകപ്പ് ട്വന്റി പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വനിതാ ഹോക്കി ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ വൈകിട്ട് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 18,530 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും വ്യവസായ വികസന പദ്ധതികൾക്കും തുടക്കമിടും. അടിസ്ഥാന മേഖലാ പദ്ധതികൾക്ക് ഡറാങ്ങിൽ പ്രധാനമന്ത്രി തറക്കല്ലിടും. മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും ഉൾപ്പെടെ ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുന്ന സ്ഥാപനങ്ങളാണ് ഡറാങ്ങിൽ നിർമ്മിക്കുന്നത്. തുടർന്ന് ഗോളാഘട്ടിൽ അസം ബയോ എത്തനോൾ നിർമ്മാണശാല പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്. ഇന്നലെ ഗോഹട്ടിയിൽ പ്രശസ്ത ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭൂപൻ ഹസാരികയുടെ 100ാം ജന്മവാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യയെ ഒന്നിപ്പിക്കാനും ജനങ്ങളിൽ ഊർജ്ജം പകരാനും വരും നാളുകളിൽ ഭൂപൻ ഹസാരികയുടെ ഗാനങ്ങൾ പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭൂപൻ ഹസാരികയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി 100 രൂപയുടെ സ്മരണികാ നാണയവും 21 ഭാഷകളിൽ തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് സരോവർ പദ്ധതിയിൽ രാജ്യത്ത് 68,000-ൽ പരം കുളങ്ങൾ നിർമ്മിച്ചതായി ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 2022 ഏപ്രിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഓരോ ജില്ലയിലും 75 ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് അമൃത സരോവരങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയാണിത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ കർമ്മസേനാ മേധാവികളുടെ 2ാം ദേശീയ സമ്മേളനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ട് അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന ക്യാമ്പയിന് അമിത്ഷാ തുടക്കമിടുകയും ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് സമയപരിധി നാളെ അവസാനിക്കും. റിട്ടേൺ സമർപ്പണത്തിന് കാലതാമസമുണ്ടായാൽ പിഴയും പലിശയും ഈടാക്കും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. ഭക്തിയിൽ ചാലിച്ച ശ്രീകൃഷ്ണ ലീലകൾ ഓർമ്മിച്ച് വിശ്വാസികൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ തന്നെ ദർശനമാരംഭിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനത്തോടെയാണ് ജയന്തി ആഘോഷങ്ങൾ തുടങ്ങിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വൈകിട്ട് 11,500ഓളം ശോഭായാത്രകൾ സംഘടിപ്പിക്കും. 2.5 ലക്ഷം കുട്ടികൾ കൃഷ്ണവേഷം കെട്ടി ഘോഷയാത്രയിൽ പങ്കെടുക്കും. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, ഗുരുവായൂർ, ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങളിൽ വിപുലമായ ശോഭായാത്ര സംഗമങ്ങളും നടത്തും. ഗോപൂജ, ഗോപികാ നൃത്തം, വൃക്ഷപൂജ, സാംസ്കാരിക സംഗമങ്ങൾ, ഉറിയടി തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളും സംസ്ഥാന വ്യാപകമായി ഒരുക്കിയിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും വാഹന പാർക്കിംഗ് വിലക്കി. കോഴിക്കോട് വൈകിട്ട് 3:30 വെള്ളയിൽ പുതിയകട ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര മുതലക്കുളത്തെ അമ്പാടി എന്ന വേദിയിൽ സമാപിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് രാവിലെ 10:00 മന്ത്രി വി.എൻ. വാസവൻ ഭദ്രദീപം കൊളുത്തി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ. ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ ദിനമായ ഇന്ന് നടക്കുന്ന വള്ളസദ്യയിലും സമൂഹസദ്യയിലും 1,00,000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. 501 പറ അരിയുടെ ചോറാണ് തയ്യാറാക്കുന്നത്. ഭക്തനൊപ്പം ഭഗവാനും സദ്യയുണ്ണും എന്നാണ് വിശ്വാസം. 52 പള്ളിയോടങ്ങളിൽ എത്തുന്ന കരക്കാർക്ക് ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള മുറ്റത്തും ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തുള്ള സദ്യാലയത്തിൽ ഭക്തജനങ്ങൾക്കുമാകും സദ്യ നൽകുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള നിർവഹണ സമിതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, കൃഷിമന്ത്രി പി പ്രസാദ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി.ഡി. സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി. എസ്. അച്യുതാനന്ദൻ, വാഴൂർ സോമൻ എം.എൽ.എ. എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് ആദ്യ ദിവസം സഭ പിരിയും. അടുത്ത മാസം 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ 17-കാരനാണ് രോഗം ബാധിച്ചത്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ കുളിച്ചതായി ഇയാൾ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് സ്വിമ്മിംഗ് പൂൾ അടപ്പിച്ചു. പൂളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി ഐക്യത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും ആഗോള ശബ്ദം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കോഴിക്കോട്ട് രാഷ്ട്രഭാഷാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി പക്ഷാചരണ പരിപാടികൾ ഇന്നലെ ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ.കെ. രവിൽ പക്ഷാചരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മനോഹര ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോടിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പാലക്കാട് ഊട്ടറ പാലത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഓരോ ടൂറിസം കേന്ദ്രമെങ്കിലും വികസിപ്പിക്കുന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് കാരമല അഡ്വഞ്ചർ പാർക്ക് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അറിയിച്ചു. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ അച്ചടിക്കായി 25 കോടി 74 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. നേരത്തെ 69 കോടി 23 ലക്ഷം രൂപ നൽകിയിരുന്നു. ബജറ്റിൽ 55 കോടി രൂപ വകയിരുത്തിയ സ്ഥാനത്താണ് 95 കോടിയോളം രൂപ നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. ഏഷ്യാകപ്പ് ട്വന്റി പുരുഷ ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. രാത്രി 8-ന് ദുബായിലാണ് മത്സരം. ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷം ഇരു ടീമുകളും ഇതാദ്യമായാണ് ഏറ്റുമുട്ടുന്നത്. ഇന്നലെ അബുദാബിയിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ന്യൂ ചണ്ഡിഗഡിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. വനിതാ ഹോക്കി ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 ഹാങ്ഷോവിലാണ് മത്സരം. ഇന്നലെ അവസാന സൂപ്പർ ഫോറിൽ ഇന്ത്യ ജപ്പാൻ മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു സൂപ്പർ ഫോർ മത്സരത്തിൽ ചൈന ദക്ഷിണകൊറിയയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് ലീഗിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ മത്സരം അടുത്ത വെള്ളിയാഴ്ച കുട്ടനാട്ടിലെ കൈനകരിയിലാണ്. ആലപ്പുഴയിൽ നിന്ന് ആർ ടിബികുമാർ. നെഹ്റു ട്രോഫിയിൽ ആദ്യ 9 സ്ഥാനത്തെത്തിയ ചുണ്ടൻ വള്ളങ്ങളാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ മത്സരിക്കുന്നത്. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരവും പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും നിരണം ബോട്ട് ക്ലബിന്റെ നിരണവും കുമരകം ടൌൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടനും ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെപ്പറമ്പിനും കാരിച്ചാൽ ബോട്ട് ക്ലബിന്റെ കാരിച്ചാലും തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതനയും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളവുമാണ് ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ മത്സരത്തിനിറങ്ങുന്നത്. ഈ മാസം 19-ന് കൈനഗിരിയിലാണ് ആദ്യ മത്സരം. കഴിഞ്ഞ വർഷം 6 മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 14 മത്സരങ്ങളുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ കുലുക്കപ്പാറ പുഴയിൽ പൂജാകർമ്മങ്ങൾക്കിറങ്ങിയ 2 പേർ മുങ്ങിമരിച്ചു. കൊഴിഞ്ഞാമ്പാറ സ്വദേശി അസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. അഗ്നിരക്ഷാസേന 2 മൃതദേഹങ്ങളും കണ്ടെടുത്തു. പാലായിൽ മീനച്ചിലാറിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങിമരിച്ചു. മുരിക്കുംപുഴയ്ക്ക് സമീപം തൈങ്ങന്നൂർ കടവിലാണ് വൈകിട്ട് 3 മണിയോടെ അപകടമുണ്ടായത്. കൂരാലി സ്വദേശി സാബു, കൊണ്ടൂരിലെ ബിബിൻ ബാബു എന്നിവരാണ് മരിച്ചത്. പാലായിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് 2 പേരും. കോഴിക്കോട് കോടഞ്ചേരിയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 2 വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ നഷ്ടപരിഹാര തുക കൈമാറി. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ലിൻഡോ ജോസഫ് എംഎൽഎ ആണ് കോടഞ്ചേരിയിലെ വീട്ടിലെത്തി തുക വിതരണം ചെയ്തത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് കോട്ടായിയിലെ ചെമ്പൈ ഭാഗവതർ വിദ്യാപീഠത്തിൽ സംഗീതോത്സവം ആരംഭിച്ചു. കേരളത്തിന് അകത്തെയും പുറത്തെയും നിരവധി കലാപ്രവർത്തകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മഴ കഴിഞ്ഞാൽ വയനാട് ചൂരൽമലയിലെ ബെയിലി പാലം പ്രദേശവാസികൾക്ക് നിയന്ത്രണങ്ങളോടെ തുറന്നുകൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ ഡി.ആർ. മെഹശ്രീ അറിയിച്ചു. പ്രിയങ്കാഗാന്ധി എംപിയുമായി കളക്ടറേറ്റിൽ ചർച്ച നടത്തിയ ശേഷമാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിൽ ഇന്നലെ പ്രിയങ്കാഗാന്ധി സന്ദർശനം നടത്തി. അന്താരാഷ്ട്ര മിലാദ് സമ്മേളനം തിരുവസന്തം 1500 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വാർഷിക പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 18,530 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും വ്യവസായ വികസന പദ്ധതികൾക്കും തുടക്കമിടും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വൈകിട്ട് 11,500ഓളം ശോഭായാത്രകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഏഷ്യാകപ്പ് ട്വന്റി പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വനിതാ ഹോക്കി ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ വൈകിട്ട് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.